നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിങ്. മോക്ക് എക്സാംസ് ആണ് മെയിനായിട്ട് എനിക്ക് ഓൺലൈനിലുള്ള എയറോണിലുള്ള ഇംപ്രഷൻ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അനാട്ടമിനെ കുറിച്ചിട്ട് ഒരു അറിവില്ലാത്തവർക്ക് വരെ സുഖമായിട്ട് ലാസ്റ്റ് ടൈമിലേക്ക് അവരത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടില്ല നമുക്ക്. എല്ലാം ഓഫ്ലൈൻ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും വേണം എന്നുള്ളത് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഒരു വാശി. പക്ഷേ ഓൺലി യു ഷുഡ് എന്നാണ്, എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം, നിങ്ങളിവിടെ ഫീ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കേഷൻ വേണം എന്നുള്ളൊരു നമ്മളെ വാശി പോലെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ വാശി പോലെ അതിലപ്പുറമാണ് ടീച്ചേഴ്സിനും ആ ഒരു നിർബന്ധമായിരുന്നു. ഈ കോഴ്സ് എനിക്ക് തോന്നുന്നു നമ്മൾ GCCയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പെട്ടെന്ന് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ബാക്കി കോഴ്സിനെ പോലെ ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരെ എനിക്കറിയാം, അവർക്ക് നമ്മളെ പോലെ മോക്കൊന്നും അത്ര കിട്ടിയിട്ടില്ല. എക്സാംസ് ആണ് മെയിനായിട്ട് നമ്മളെ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ പേര് ഫൗസിയ. ഞാൻ കാർഡിയാക് കെയർ ടെക്നോളജി BSc ഗ്രാജുവേറ്റഡാണ്. GCCയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിങ്. ഞാൻ ഫ്രണ്ട്സ് വഴിയാണ് അത് അറിഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആവശ്യം, AAPC അക്രഡിറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണല്ലോ അതിന്. ഞാൻ അന്വേഷിച്ചപ്പോൾ എയറോണിനെ കുറിച്ചിട്ട് നല്ല പോസിറ്റീവ് റിവ്യൂസാണുള്ളത്. പക്ഷേ എനിക്ക് ഇൻറ്റേൺഷിപ്പ് കാരണം ഓൺലൈനായിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. പക്ഷെ അതിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ ഓൺലൈനായി പഠിക്കുമ്പോൾ അതിനുള്ള വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുമോ ഇല്ലേ, കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ക്ലാസ്സസ് ആയാലും നമുക്ക് ഓഫ്ലൈനിൻ്റെ പോലെ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും നല്ല ഫീയും കാര്യങ്ങളും CPC എഴുതാണെങ്കിൽ അതിൻ്റെ ക്യാഷൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ലൊരു എയറോണിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ എന്താണെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മോക്ക് എക്സാംസ് ആണ് മെയിനായിട്ട് എനിക്ക് എയറോണിലുള്ള ഇംപ്രഷൻ. നമുക്ക് ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ് കിട്ടുന്ന പോലെയുള്ള ഒരു ഫീലാണ് മോക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ളത്. അതും 21-22 മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് ആവുകയാണ് നമുക്കിതിന് കഴിയും എന്നുള്ളത്. എത്രയോ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് എക്സാം അത്ര ഫിയർ ആയിട്ട് തോന്നിയിട്ടില്ല എനിക്കിതുവരെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും ചെയ്തു. ഓൺലൈൻ ക്ലാസ് എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവാണ്. അവർ നമ്മൾ ഓൺലൈൻ ആണെന്ന് പറഞ്ഞിട്ട് ലാഗ് ചെയ്യേ നമ്മളെ കെയർ ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യുന്നില്ല. അനാട്ടമി എനിക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ബേസിക് മുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അനാട്ടമിനെ കുറിച്ചിട്ട് ഒരു അറിവില്ലാത്തവർക്ക് വരെ സുഖമായിട്ട് ലാസ്റ്റ് ടൈമിലേക്ക് അവരത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെഗുലറായിട്ട് ഇപ്പോൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അന്നുള്ള ക്ലാസ് ഇനിയിപ്പോൾ ടീച്ചേഴ്സ് മാറിയാൽ പോലും അവരത് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൺലൈൻ എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടില്ല നമുക്ക്. എല്ലാം ഓഫ്ലൈൻ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ എക്സാം എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 79%. ആ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രഗിളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പ്രിപ്പറേഷൻ ശരിക്കും എനിക്ക് ലാസിക് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ കണ്ണ് ഭയങ്കര സ്ട്രെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മോക്ക് അറ്റൻഡ് ചെയ്യണം, 3.5 മണിക്കൂർ മോക്ക് ഡെയിലി അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ടച്ച് പോകുമോ എന്നുള്ളൊരു പേടിയിൽ അറ്റൻഡ് ചെയ്തിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും വേണം എന്നുള്ളത് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഒരു വാശി അതിൻ്റെ രീതിയിലാണ് എടുത്തത്. പിന്നെ ടീച്ചേഴ്സ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻഡിവിജ്വലായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരല്. നല്ല കെയർ ചെയ്തിരുന്നു, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ എക്സാം ടൈമിലും ഇതേപോലെ ഭയങ്കര പനി, ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്നു. പാസ്സാവോ ഇല്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഫിസിക്കലി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പാസ്സായി കഴിഞ്ഞു. ടഫ് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലേക്ക് നമ്മളൊരു 10-12 മോക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആയി വരുന്നുണ്ടായിരുന്നു. കോഡിങ് പെരിന്തൽമണ്ണ. ഇപ്പോൾ ഇത്രയും കാലം പഠിച്ചൊരു
മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഇവിടുത്തെ ഒരു ടീച്ചിങ് മെത്തേഡും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ മുമ്പ് പഠിച്ചതിലെന്ന് വെച്ചാൽ ഒന്നാമത് കോളേജാണ്, നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണമെങ്കിൽ പഠിക്കണ്ട, സപ്ലി ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കുക എന്നുള്ളൊരു സിസ്റ്റം ആയിരുന്നു. ആരും നമ്മളെ ഫോഴ്സ് ചെയ്യേ അങ്ങനൊന്നുമില്ല. പക്ഷേ ഓൺലി യു ഷുഡ് എന്നാണ്, എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം, നിങ്ങളിവിടെ ഫീ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കേഷൻ വേണം എന്നുള്ളൊരു നമ്മളെ വാശി പോലെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ വാശി പോലെ അതിലപ്പുറമാണ് ടീച്ചേഴ്സിനും ആ ഒരു നിർബന്ധമായിരുന്നു. ഈ കോഴ്സ് എനിക്ക് തോന്നുന്നു നമ്മൾ GCCയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പെട്ടെന്ന് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ബാക്കി കോഴ്സിനെ പോലെ ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇത് എടുക്കുക. അതെടുക്കുമ്പോൾ ഇതേപോലെ നല്ലൊരു സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണം പഠിക്കാൻ. സർട്ടിഫിക്കേഷന് വാല്യൂ ഇല്ലാതെ നമുക്കൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആരോൺ തന്നെയാണ്. ആരോണിൽ ആ ഒരു ചോയ്സ് കറക്റ്റാന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം നമുക്ക് ഒന്നും പേടിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അതെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരെ എനിക്കറിയാം, അവർക്ക് നമ്മളെ പോലെ മോക്കൊന്നും അത്ര കിട്ടിയിട്ടില്ല. എക്സാംസ് ആണ് മെയിനായിട്ട് നമ്മളെ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് കിട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് മോക്ക് എഴുതിയിട്ടാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്തുന്നത്. താങ്ക് യു. താങ്ക് യു.